ഹാപ്പി സൺഡേ ഗൈസ്. ഇന്ന് നല്ലൊരു സൺഡേ ആയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിന്റെ കാര്യം പറയുമ്പോൾ ജനറലിന് വരുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ അതിന്റെ മുകളിൽ കുറച്ചധികം സമയം ചെലവഴിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് OP ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ക്യൂ നിൽക്കുകയാണ്. സംഭവം വേറെ ഒന്നുമില്ല, നമ്മുടെ തുഷ്കുവിനെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഒന്ന് പട്ടി കടിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ലാസ്റ്റ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോയത്. സംഭവം അത്യാവശ്യം വലിയ ക്യൂ ആയിരുന്നെങ്കിലും ക്യൂവിൽ നിൽക്കുന്ന സമയം ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ആന്റീനി മോളും കണ്ടില്ലേ, ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിട്ട്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സുഭാഷ് പാർക്കിലേക്ക് പോകട്ടോ. ഗൈസ്, അങ്ങനെ നമുക്കൊരു പുതിയ സബ്സ്ക്രൈബറിനെ കിട്ടി. അത് വേറെ ആരുമല്ല, ഈ ബയ്യാണ്. കുറച്ചധികം സാധനങ്ങൾ തന്നെ നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ചായ കുടിക്കാനാണ്. ചായയല്ല, ജ്യൂസ് കുടിക്കാനാണ്. അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ വന്ന് ജ്യൂസും കടികളും ഒക്കെ കഴിച്ച് ഇനി എന്താ പ്ലാൻ എന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ആ നടപ്പ് നിന്നത് ഈ സ്പോട്ടിലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾ നേരെ ബസ് കയറാൻ പോയി. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ തുഷ്കുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പച്ച ബസ് കയറണം എന്ന്. സോ പച്ച ബസ് കണ്ടപ്പോൾ ഞങ്ങൾ അതിൽ ചാടി കയറി. പക്ഷെ പിന്നീടാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്, ഞങ്ങൾക്ക് പോകേണ്ട റൂട്ടിലല്ലേ ഈ ബസ് പോകുന്നത്. പക്ഷെ കയറിയ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് ഐശ്വര്യക്കാടായതുകൊണ്ട് ഞങ്ങൾ ചേർന്നല്ലൂരിലേക്ക് 3 ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ബസ് ഇറങ്ങിയത് പള്ളിക്കവലയുടെ മുന്നിലുള്ള ബെസ്റ്റ് ബേക്കറിയിലാണ്. ഞങ്ങൾക്ക് വലിയ പരിചയമുള്ള ഒരു ഏരിയ അല്ല കേട്ടോ ഇത്. കാരണം നമ്മുടെ ഏരിയ വരുന്നത്, അതായത് കുന്നുംപുറം വരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഊബർ ഓട്ടോയിൽ നമ്മൾ തിരിച്ച് നമ്മുടെ PGയിലേക്ക് പോവാണ് കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. കാരണം ചില സമയം ഞങ്ങൾ കോളേജിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു ലോങ് റൂട്ട് എടുത്തിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് പോവാറ്. അങ്ങനെ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലെത്തി. ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നടക്കില്ല. ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒന്ന് ഫ്രഷായി നമ്മൾ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് പോയി. നമ്മുടെ COCയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ഷോപ്പ് എപ്പോഴും ഓണാണ്, പവറാണ്, ഫണ്ണാണ്, എൻ്റർടൈനിങ് ആണ്. ഞങ്ങൾ ഫുൾ COC ടീം ഉണ്ടെങ്കിൽ ഇതിലും അലമ്പാണ് കേട്ടോ. ഭയങ്കര രസമാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയം ഇതാണ്. ബാക്കി ടീം കണ്ടോ, 3 ആൾ ഇവിടെ ആണെങ്കിൽ 3 ആളപ്പുറത്ത്. നീ ഇപ്പോഴും പോയില്ലേ എന്നാണ് അവന്മാർ എന്നെ കളിയാക്കി ചോദിച്ചത്. എന്നാലും വേണ്ടിയില്ല, നമ്മൾ കാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. നമ്മുടെ കുന്നുംപുറത്തുള്ള മല്ലുദാബയിലേക്കാണ് പോയത് കേട്ടോ. ഇതാണ് നമ്മുടെ മല്ലുദാബയിൽ അങ്കിൾ ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര ലവിങ് ആണ്. ഞാനിപ്പോൾ വന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ തരും. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ വന്നു. ഞങ്ങൾ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഇന്നത്തെ ഡിന്നർ ഞങ്ങൾ ഫിനിഷ് ചെയ്തത്. അങ്ങനെ ഒരു അടിപൊളി ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 10 മിനിറ്റ്സ് ഒരു കുഞ്ഞ് വാക്കൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ചാ.